യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനക്രമ വർഷത്തോടനുബന്ധിച്ച് നാം നടത്തുന്ന പഠന ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാധന ജീവിച്ചിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും ആത്മീയ കൂട്ടായ്മയാണ്. ആരാധനയിലൂടെ ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും തമ്മിലുള്ള ആത്മീയ സംസർഗം സാധ്യമാകുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും ഒരുപോലെ ഓർക്കുന്ന വിശുദ്ധ കൂട്ടായ്മയാണിത്. പാശ്ചാത്യ സുറിയാനി ക്രമത്തിൽ സഭ എന്നത് ഭൂമിയിലുള്ള പോരാടുന്ന സഭയും സ്വർഗത്തിലുള്ള വിജയിക്കുന്ന സഭയും ചേർന്ന ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലെ പോരാടുന്ന സഭയും ചർച്ച് മിലിറ്റൻ്റ്, സ്വർഗത്തിലെ വിജയം വരിച്ച സഭയും ചർച്ച് ട്രയംഫൻറ്റ്, അതുപോലെ തന്നെ പരലോകത്ത് വിശ്രമിക്കുന്ന സഭയും ചർച്ച് എക്സ്പെക്റ്റൻ്റ് തമ്മിലുള്ള ഒരു ഷൗട്ട് ഓഫ് ഫൂസോ, ഒരു അവിഭാജ്യമായ വിശുദ്ധ കൂട്ടായ്മ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വാങ്ങിപ്പോയവർ സഭയുടെ ജീവനുള്ള അവയവങ്ങളായി ആരാധനയിൽ പങ്കുചേരുന്നു. ആരാധന കേവലം ഭൂമിയിലെ പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് സ്വർഗീയ ആരാധനയുടെ ഭൂമിയിലെ സാക്ഷാത്കാരമാണ്. അതിനാൽ വാങ്ങിപ്പോയവരുടെ സാന്നിധ്യം ആരാധനയിൽ സജീവവും അവിഭാജ്യവുമാണ്. സഭയുടെ ആരാധനയിൽ ഏറ്റവും അധികമായിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്: ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടവർ. പരേതരെ ഓർക്കുന്നത് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ക്രമത്തിലാണ്. ആരാധനയിൽ മരിച്ച വിശ്വാസികളെ ഓർക്കുമ്പോൾ നാം വാങ്ങിപ്പോയ വിശ്വാസികൾ എന്ന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആരാധനക്രമം അനുസരിച്ച് ആരാണ് വാങ്ങിപ്പോയവർ? വാങ്ങിപ്പോയവർ കേവലം മരിച്ചുപോയവരോ ഭൂതകാലത്തിൻ്റെ ഭാഗമായവരോ അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഏക ശരീരമാകുന്ന സഭയിൽ ജീവനോടിരിക്കുന്നവരും ഉദ്ധാന പ്രത്യാശയോടെ ക്രിസ്തുവിൽ ഉറങ്ങുന്നവരുമായ ദൈവമക്കളാണ്. ഈ വാങ്ങിപ്പോയവരെ 3 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധന്മാരും സഹതന്മാരും. ദൈവസിംഹാസനത്തിൻ്റെ അരികിൽ നിൽക്കുന്നവർ സഭയുടെ മാധ്യസ്ഥം ഇവരോട് അപേക്ഷിക്കുന്നു. ഉദാഹരണത്തിന് പരിശുദ്ധ ദൈവമാതാവ്, ശ്ലീഹന്മാർ, സഭാപിതാക്കന്മാർ. രണ്ടാമതായിട്ട് വാങ്ങിപ്പോയിട്ടുള്ള മേൽപ്പട്ടക്കാരും വൈദികരും. ഭൂമിയിൽ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്തവരും അജപാലനം നടത്തിയവരുമായ പിതാക്കന്മാർ. പരിശുദ്ധ കുർബാനയുടെ 5-ാം തുബ്ദേനിൽ ഇവരെ പ്രത്യേകമായിട്ട് നാം അനുസ്മരിക്കുന്നു. മൂന്നാമതായിട്ട് വാങ്ങിപ്പോയ സത്യവിശ്വാസികൾ. സത്യവിശ്വാസത്തിൽ മരിച്ച് ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ പ്രാപിച്ച് അന്തിമ വിശ്രമം കൊള്ളുന്ന സാധാരണ വിശ്വാസികൾ. 6-ാം തുബ്ദേനിൽ ഇവരെ പ്രത്യേകമായിട്ട് വിശുദ്ധ സഭ സ്മരിക്കുന്നു. എന്താണ് സഭയിൽ ഇവരുടെ സ്ഥാനം? ഭൂമിയിലുള്ള പോരാടുന്ന സഭയും സ്വർഗത്തിലുള്ള വിജയം വരിച്ച സഭയും ഒന്നു ചേരുന്ന വേളയാണ് ആരാധന. മരണത്തിന് ഈ ബന്ധത്തെ വേർപെടുത്താൻ കഴിയുകയില്ല. ഇവരെ സഹ ആരാധകർ എന്നാണ് വിളിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലും ആരാധനയുടെ മറ്റു സമയത്തും ധൂപം അർപ്പിക്കുമ്പോഴും പ്രത്യേകമായ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോഴൊക്കെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും മാലാഖമാരോടൊപ്പം ഒരേ സ്വർഗീയ ആരാധനയിൽ സംബന്ധിക്കുന്നു. സുറിയാനി ആരാധനയിൽ ആനീതെ എന്ന പദം ഏറെ അർത്ഥവത്താണ്. ഏറെ ഭക്തി നിർഭരവും ആഴമേറിയതുമായ ഒരു സങ്കല്പത്തിലേക്കാണ് ഈ ആനീതെ എന്ന പദം നമ്മെ നയിക്കുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം വാങ്ങിപ്പോയവർ അല്ലെങ്കിൽ യാത്രയായവർ എന്നാണ്. മരണത്തെ ഒരു അന്ത്യമായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള നിത്യജീവനിലേക്കുള്ള ഒരു സ്ഥലമാറ്റം അല്ലെങ്കിൽ യാത്രയായിട്ടാണ് സുറിയാനി പാരമ്പര്യം കാണുന്നത്. ഈ പദം ചില പ്രധാന ആശയങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്. മരണം ക്രിസ്തുവിലുള്ള ഒരു ഉറക്കമാണ്. സുറിയാനി ക്രമത്തിൽ മരണമടഞ്ഞവരെ മരിച്ചവർ എന്ന് വിളിക്കുന്നതിന് പകരം വാങ്ങിപ്പോയവർ അല്ലെങ്കിൽ ഉറങ്ങുന്നവർ, ക്രിസ്തുവിൽ ഉറങ്ങുന്നവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അവർ ഉയർത്തെഴുന്നേൽക്കും എന്ന വലിയ ഉദ്ധാന പ്രത്യാശയാണ് ഇത് നൽകുന്നത്. അവർ സഭയുടെ അവിഭാജ്യ ഘടകമാണ്. അനീതേ സഭയിൽ നിന്ന് വേർപെട്ടു പോയവരല്ല. സഭയെന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലുള്ള പോരാടുന്ന സഭയും
പരലോകത്തുള്ള വിജയം വരിച്ച സഭയും ചേർന്നതാണ്. ആരാധനയിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ, ഈ രണ്ട് വിഭാഗങ്ങളും ഒരേപോലെ വിശുദ്ധ മദ്ബഹായോട് ചേർന്ന് നിന്നുകൊണ്ട് ആരാധന സമർപ്പിക്കുകയാണ്. മധ്യസ്ഥതയും സ്മരണയും. ആനീതയ്ക്കായി ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കുകയും അവരുടെ ആത്മീയ ആശ്വാസത്തിനായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവത്തോടടുത്തിരിക്കുന്ന ഈ പരേതർ ജീവിച്ചിരിക്കുന്നവർക്കായി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. ഈ വാങ്ങിപ്പോയവരുടെ സാന്നിധ്യം നമ്മുടെ ആരാധനയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6-ാം തുബ്ദേനിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പരേതർക്ക് വേണ്ടി, വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള കുക്കിലിയോൻ, അത് പരേതരായിട്ടുള്ള വൈദികർക്കും മേൽപ്പട്ടക്കാർക്കും അതുപോലെ തന്നെ സത്യവിശ്വാസികളായ സഹോദരങ്ങൾക്കും വേണ്ടിയും സഭ പ്രത്യേകമായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. നമ്മുടെ യാമ നമസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ട് ഇവരെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ പരേതരും എന്നുള്ള ഒരു പ്രയോഗം നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനകളൊക്കെ സൂചിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ക്രിസ്തുവിൻ്റെ സഭയിൽ ഒന്നാണ്. അവർ ആരാധനയിൽ ഒന്നുചേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യാമ നമസ്കാരങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ വാങ്ങിപ്പോയവരെ നാം ഓർക്കുകയാണ്. രാത്രി പ്രാർത്ഥനയുടെ ആദ്യ 2 കൗമുകൾ പരിശുദ്ധ ദൈവമാതാവിനെയും വിശുദ്ധന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ ഈ 3-ാം കൗമ പൂർണ്ണമായും വാങ്ങിപ്പോയ വിശ്വാസികൾക്കായിട്ടുള്ളതാണ്. രാത്രിയുടെ ശാന്തതയിൽ ലോകമുറങ്ങുമ്പോൾ ഉദ്ധാന പ്രത്യാശയോടെ ഉറങ്ങുന്ന വാങ്ങിപ്പോയവർക്കായി സഭ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വാങ്ങിപ്പോയവരുമായി ബന്ധപ്പെട്ട് യാമ നമസ്കാരങ്ങളിൽ നാം കാണുന്ന ചില പ്രമേയങ്ങൾ എന്തെല്ലാമാണ്? നമുക്കറിയാം, ഇത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സഭയ്ക്ക് അതിനുള്ള വീക്ഷണത്തെക്കുറിച്ചും ഉദ്ധാന പ്രത്യാശയെക്കുറിച്ചും ഒക്കെയുള്ള ആഴമേറിയ ദർശനങ്ങൾ ഈ പ്രാർത്ഥനകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സുറിയാനി പിതാക്കന്മാരായ മർ അപ്രേമും മർ യാക്കോബും തങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ഈ ഒരു ആശയം വളരെ വ്യക്തമായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അവർ ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തിൽ തുടരുന്ന വ്യക്തികളാണെന്ന് ഈ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രത്യേകമായിട്ട് ഒരു ഉദ്ധാന പ്രത്യാശ ഈ പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദർ ഈസ് എ ഹോപ്പ് ഓഫ് റിസറക്ഷൻ. പരേതരെ നാം ഓർക്കുന്നത് വിലാപത്തോടെയല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അവർ ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയോടെയാണ്. അതുപോലെ തന്നെ പാപമോചനത്തിനായിട്ടുള്ള അപേക്ഷയുണ്ട്. ഭൂമിയിലെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ച വീഴ്ചകൾക്ക് ദൈവത്തിൻ്റെ കരുണയും ആശ്വാസവും നൽകണമെന്ന് വിശുദ്ധ സഭ പ്രാർത്ഥിക്കുകയാണ്. യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ ഒരു വലിയ സാക്ഷ്യം ഈ ഭാഗത്ത് അവിഭാജ്യമായ രീതിയിൽ പിതാക്കന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ജീവിതകാലത്ത് ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ പ്രാപിച്ചവരായതിനാൽ മരണത്തിന് അവരെ എന്നേക്കുമായി തടഞ്ഞു നിർത്താനാവില്ല എന്ന വലിയ വിശ്വാസം സഭ ഇവിടെ അവതരിപ്പിക്കുകയാണ്. മരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുഞ്ഞ് ശാന്തമായി ഉറങ്ങുന്നതിന് തുല്യമാണെന്ന് പ്രാർത്ഥനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മരണം ഒരു വിശ്രമമാണ്. അന്ത്യന്യായവിധിക്കും ഉദ്ധാനത്തിനു മുൻപായി ആത്മാക്കൾ ദൈവിക കൃപയിൽ പ്രാപിക്കുന്ന നിത്യ വിശ്രമമാണെന്നും ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പരേതർക്ക് വേണ്ടി മധ്യസ്ഥത നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്നുണ്ട്. മരിച്ച ഉടൻ തന്നെ ഒരു വ്യക്തി പൂർണ്ണമായി നരകത്തിലേക്കോ സ്വർഗരാജ്യത്തിലേക്കോ പോകുന്നില്ല, മറിച്ച് ഉദ്ധാന നാളിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു മധ്യസ്ഥ അവസ്ഥയിലായിരിക്കും. നീതിമാന്മാർ മനോഹരമായ പർദീസായുടെ മുൻ അനുഭവം ആസ്വദിക്കുന്നുവെന്നും ഈ പ്രാർത്ഥനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുശരീര രക്തങ്ങൾ ഒരു ജീവൻ്റെ അച്ചാരമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഭൂമിയിലെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന അനുഭവിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ പ്രാപിക്കുകയും ചെയ്ത വിശ്വാസിയെ മരണത്തിന് നശിപ്പിക്കാൻ ആവില്ല. അതോടൊപ്പം തന്നെ വിശുദ്ധ സ്ലീബായെ ഇവിടെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു സ്വർഗീയ പാലം എന്ന രീതിയിലാണ്.
മരണത്തിൻ്റെയും നിത്യതയുടെയും ഇടയിലുള്ള അഗാധമായ വിടവിനെ തരണം ചെയ്യാൻ വിശ്വാസിയെ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശാണെന്ന് ഈ പ്രാർത്ഥനകൾ ഓർമ്മപ്പെടുത്തുന്നു. മാമോദീസായിൽ മുദ്രയിടപ്പെടുകയും കുരിശിൻ്റെ അടയാളത്താൽ ജീവിക്കുകയും ചെയ്ത ആത്മാക്കൾക്ക് സ്ലീബ നിത്യതയിലേക്കുള്ള പ്രകാശപൂർണമായ പാലമായിട്ട് മാറുന്നുവെന്ന് ഈ പ്രാർത്ഥനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിലെ സഭ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു എന്നും ഈ പ്രാർത്ഥനകൾ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ധാരാളമായ മരണാനന്തര പ്രമേയങ്ങൾ ഈ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് സൂത്താറ പ്രാർത്ഥനയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. രാത്രിയിലെ ഉറക്കം മരണമെന്ന അന്തിമ നിദ്രയുടെ പ്രതീകമാണ്. തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന സമയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്നാം കൗമ പ്രത്യേകമായിട്ട് അവർക്കായി വേർതിരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനായി പാതിരാത്രിയിൽ ഉണർന്നിരിക്കുന്ന കന്യകമാരെ പോലെ പ്രാർത്ഥിക്കുകയാണ് സഭ. അതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിലും ഇരുളിന് ശേഷം പുലരുന്ന പ്രഭാതം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ രണ്ടാം വരവിൻ്റെ ഉറപ്പായിട്ടും സഭ അവതരിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സഭയുടെ ആരാധനയിൽ, പ്രത്യേകിച്ച് യാമപ്രാർത്ഥനയിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള അനുസ്മരണം നാം നടത്തുന്നു. ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും തമ്മിലുള്ള അറ്റുപോകാത്ത ബന്ധത്തിൻ്റെ നിത്യമായ ഓർമ്മപ്പെടുത്തലുകൾ ഈ പ്രാർത്ഥനാക്രമങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും 7 യാമങ്ങളിലും സഭ തൻ്റെ മക്കളായ വാങ്ങിപ്പോയവരെ കൃപയുടെ സിംഹാസനത്തിൽ മുമ്പാകെ സമർപ്പിക്കുന്നു. അത് മധ്യാഹ്നത്തിലും പ്രഭാതത്തിലും സായാഹ്നത്തിലും ഒക്കെ ഈ ഓർമ്മ പ്രത്യേകമായിട്ട് സഭ കൊണ്ടാടുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ഈ വാങ്ങിപ്പോയവരുടെ സ്ഥാനം വളരെ അവിഭാജ്യവും ആഴമേറിയതുമാണ്. അവർ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഏകശരീരമാകുന്ന സഭയിൽ നമ്മോടൊപ്പം ആരാധന നടത്തുന്ന ജീവനുള്ള അംഗങ്ങളാണ്. അവരുടെ സാന്നിധ്യം സഭയുടെ ഏകത്വവും സ്വർഗീയ ആരാധനയും എന്നുള്ള വലിയ ഒരു ആശയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ നമ്മോടൊപ്പം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ആരാധനയിൽ സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നു. ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും വലിയ ഒരു സംസർഗം പരിശുദ്ധ കുർബാനയുടെ വേളയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. മാലാഖമാരോടും വിശുദ്ധന്മാരോടൊപ്പം വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരും ഈ ആരാധനയിൽ സംബന്ധിക്കുകയാണ്. വിശുദ്ധ രഹസ്യങ്ങളുടെ സമർപ്പണം മുതൽ തന്നെ രഹസ്യ പ്രാർത്ഥനയിലും പിന്നീടുള്ള പരസ്യ പ്രാർത്ഥനയിലും ഈ പരേതരെ പ്രത്യേകമായിട്ട് സഭ ഓർത്തുകയാണ്. പരിശുദ്ധ കുർബാനയുടെ അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്ന ആ നിമിഷങ്ങളിലൊക്കെ ഈ പരേതരെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നു. പിന്നീട് പരിശുദ്ധ കുർബാന അതിൻ്റെ ആഘോഷം പുരോഗമിക്കുന്ന വേളയിലൊക്കെ ഈ പരേതരോടുള്ള പ്രാർത്ഥനയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6-ാം തുബ്ദേൻ അവരെ പ്രത്യേകമായിട്ട് വിശുദ്ധന്മാരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് നമ്മൾ അനുസ്മരിക്കുന്നു. പരേതരെയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തോടെയുള്ള ഒരു ഓർമ്മയാണ് ഇവിടെ സംഭവിക്കുന്നത്. സത്യവിശ്വാസത്തിൽ മരിച്ച് വിശുദ്ധ തിരുശരീര രക്തങ്ങൾ കൈക്കൊണ്ട് നിദ്ര പ്രാപിച്ച എല്ലാ ആത്മാക്കൾക്കും വേണ്ടി സഭ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നൽകുന്ന ഒരു നിത്യജീവൻ ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അഴിയാത്ത ഒരു മുദ്ര അത് ഭക്തരുടെ മേൽ പതിപ്പിക്കുന്നു. അപ്പോൾ ജീവിതകാലത്ത് പരിശുദ്ധ കുർബാന അനുഭവിച്ചവരെ മരണത്തിന് കീഴടക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു വലിയ വിശ്വാസ സത്യം നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ മധ്യേ നാം സമർപ്പിക്കുന്ന ധൂപാർപ്പണം അത് ആത്മാക്കളുടെ ഒരു ആശ്വാസമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കുർബാന മധ്യേ ഉയരുന്ന സുഗന്ധധൂപം ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം ആത്മാക്കളുടെ ആശ്വാസത്തിനായും സഭ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ നമ്മളും, അതായത് ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഒന്നായിത്തീരുകയാണ്. നമ്മുടെ ആരാധനയിൽ പരേതരായിട്ടുള്ള വൈദികർക്കും മേൽപ്പെട്ടക്കാർക്ക് വേണ്ടിയും പ്രത്യേക പ്രാർത്ഥനയുണ്ട്. തെശുമശുത്തോ ദ കൊഹനെ, പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ള കുക്കിലിയോൻ. നമ്മുടെ ആരാധനയിൽ പരേതരായിട്ടുള്ള
വൈദികർക്ക് വേണ്ടിയും മേൽപ്പട്ടക്കാർക്ക് വേണ്ടിയും പ്രത്യേക കുക്കിലിയോനുണ്ട്. അതുപോലെ തന്നെ പരേതരായിട്ടുള്ള ദൈവവിശ്വാസികൾക്ക് വേണ്ടിയും പ്രത്യേകമായ കുക്കിലിയോനുണ്ട്. ഈ ഗീതങ്ങളുടെ ചില പ്രധാന പ്രമേയങ്ങൾ നമുക്ക് കാണുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് പരേതരായിട്ടുള്ള വൈദികരുടെ കുക്കിലിയോൻ. ഇതിലെ പ്രധാനമായിട്ടുള്ള ചില പ്രമേയങ്ങൾ, ഒന്ന്, വിശ്വസ്ത സേവനത്തിനുള്ള ഒരു അനുസ്മരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദൈവത്തെയും സഭയെയും വിശ്വസ്തയോടെ ശുശ്രൂഷിച്ച് ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ വൈദികരുടെയും ശുശ്രൂഷകരുടെയും ഓർമ്മ നാം ആചരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ദൈവികമായ പ്രതിഫലം, നിത്യശാന്തി, ഈ ആരാധനയിലൂടെ അവർ സമർപ്പിച്ച അർപ്പണത്തിലൂടെ ദൈവദാസരായിട്ടുള്ള പരേതരായ വൈദിക ശുശ്രൂഷകർക്ക് കർത്താവ് സ്വർഗരാജ്യത്തിൽ നിത്യശാന്തിയും ജീവകിരീടവും നൽകി അവരെ ആദരിക്കും എന്ന പ്രത്യാശ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. വേർപിരിഞ്ഞുപോയ വൈദികരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി സഭ തങ്ങളുടെ കർത്താവിനോട് നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, ആത്മീയമായ ഒരു തുടർച്ച. സഭയിലെ വൈദിക ശുശ്രൂഷ എന്നത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശുദ്ധമായ ഒരു ദൈവവിളിയാണെന്നും മരിച്ചുപോയ വൈദികർ സ്വർഗീയ സഭയിലിരുന്ന് ഭൂമിയിലെ സഭയ്ക്കായി മധ്യസ്ഥത വഹിക്കുന്നു എന്നുള്ള വിശ്വാസവും നമുക്ക് ഈ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ, വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്ത് മരിച്ചുപോയ വൈദികരെ അനുസ്മരിക്കുകയും അവരുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കുക്കിലിയോൻ്റെ പ്രധാന സന്ദേശം. ഇതിലെ വരികൾക്കിടയിലൂടെ ഉള്ള ഒരു യാത്ര ഈ ഒരു ശുശ്രൂഷയുടെ മാഹാത്മ്യം മനസ്സിലാക്കുവാൻ നമ്മെ ഏറെ സഹായിക്കും. നിന്റെ ആചാര്യന്മാർ നീതിയും നിന്റെ നീതിമാന്മാർ മഹിമയും ധരിക്കും. നിന്റെ പുത്രന്മാർ എൻ്റെ നിയമത്തെയും ഞാൻ ഉപദേശിക്കുന്ന സാക്ഷിയും അനുസരിക്കുമെങ്കിൽ നിന്റെ ദാസനായ ദാവീദ് മൂലം നിന്റെ അഭിഷിക്തൻ്റെ മുഖം തിരിപ്പിച്ച് കളയരുതേ. എന്താണ് ഈ വേദഭാഗത്തിൻ്റെ ബൈബിൾ പശ്ചാത്തലം? ആരാധനയിൽ ഇതിൻ്റെ അർത്ഥം 132 സങ്കീർത്തനം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 41 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ പ്രാർത്ഥന. എന്താണ് 132-ാം സങ്കീർത്തനം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്? അങ്ങയുടെ പുരോഹിതന്മാർ നീതി അണിയട്ടെ, അങ്ങയുടെ ഭക്തന്മാർ ആനന്ദഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ ത്യജിക്കരുതേ എന്ന് നാം വായിക്കുകയാണ്. ദാവീദുമായിട്ടുള്ള ഒരു ഉടമ്പടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സിയോനിൽ ദൈവത്തിൻ്റെ പേടകത്തെ പ്രതിഷ്ഠിക്കുന്നതും ദൈവവും ദാവീദും തമ്മിലുള്ള നിത്യമായ ഒരു ഉടമ്പടി ബന്ധം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഭിഷിക്തൻ എന്നുള്ള ഒരു പ്രയോഗവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രപരമായി ഈ ദാവീദിൻ്റെ രാജവംശത്തിലെ രാജാവിനെയോ പുരോഹിതനെയോ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രബോധനപരമായി കുറച്ചുകൂടി ആരാധനയിൽ അടുത്തു നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായും പിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണ് ഈ ആചാര്യന്മാരുടെ നീതി? പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ബലിയർപ്പിക്കുവാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അത് അവരുടെ ആന്തരിക വിശുദ്ധിയുടെയും ദൈവിക നീതിയുടെയും ബാഹ്യ പ്രതീകമായിരുന്നു. എന്താണ് ആരാധനക്രമ ദൈവശാസ്ത്രം ഈ ഭാഗത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്? പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധി. ചാർത്തും നീതിയ നിൻ ആചാര്യന്മാരും എന്നതിലൂടെ വൈദികർ അണിയുന്ന ബാഹ്യമായ വിശുദ്ധ വസ്ത്രങ്ങൾ മാത്രമല്ല, ആ പുരോഹിതൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ നീതിയാലും വിശുദ്ധിയാലും മൂടപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലിയർപ്പിക്കുന്ന വൈദികൻ ദൈവത്തിനു മുമ്പാകെ ശുദ്ധിയുള്ളവനായിരിക്കണം. ഇവിടെ സഭയുടെ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. മഹിമയെ നിൻ നയവാന്മാരും എന്ന ഭാഗത്തിലൂടെ ദൈവജനത്തിൻ്റെ സന്തോഷത്തെ ഇത് പ്രത്യേകമായിട്ട് കാണിക്കുകയാണ്. പുരോഹിതന്മാരും ദൈവജനവും ഒന്നു ചേരുമ്പോൾ അവിടെ ദൈവിക മഹിമയും സന്തോഷവും വെളിപ്പെടുന്നു. പിന്നെ ക്രിസ്തുവിലൂടെയുള്ള മധ്യസ്ഥത. നിന്നെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെ ഓർത്ത് എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിലേക്കും എത്തിച്ചേരുകയാണ്. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിൻ്റെ
വംശത്തിൽപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ മുഖം കണ്ട് അവിടുത്തെ കഷ്ടാനുഭവങ്ങളും ബലിയും ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയരുത് എന്ന് പിതാവായ ദൈവത്തോട് സഭ അപേക്ഷ സമർപ്പിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിഷിക്തൻ എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമ പശ്ചാത്തലത്തിൽ രാജാക്കന്മാരെ പ്രത്യേകമായി തൈലാഭിഷേകത്തിലൂടെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെ ഓർത്ത് 2 സാമുവേൽ 7 നാം കാണുന്നു. അവിടുത്തെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിൻ്റെ പ്രാർത്ഥന തള്ളിക്കളയരുതേ എന്ന് സങ്കീർത്തകൻ അപേക്ഷിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലേക്ക് ഈ പ്രാർത്ഥന നീട്ടപ്പെടുകയാണ്. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ അഭിഷിക്തൻ എന്ന് ക്രിസ്തുവിനെ തന്നെയാണ് പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നത്. ബലിയർപ്പിക്കുന്ന വൈദികനെ, ദൈവത്തിൻ്റെ നാമത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട ഈ വൈദികനെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ സഭ പ്രത്യേകമായി അഭിഷിക്തൻ എന്ന് ഈ അവസരത്തിൽ അഭിസംബോധന ചെയ്യുകയാണ്. ചുരുക്കത്തിൽ പ്രവാചക ശബ്ദത്തിൽ ഇത് യേശുക്രിസ്തുവിനെയും ആരാധനക്രമത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെയും ഇവിടെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ സഭയെ നയിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ച ഇടയന്മാരുടെ വിശ്വസ്തതയെ ദൈവം മാനിക്കട്ടെ എന്നും അവരുടെ ശുശ്രൂഷ നിമിത്തം സഭ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നുമുള്ള സഭയുടെ ആഗ്രഹം കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തിന് 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 41-42 വാക്യങ്ങളുടെ ഒരു പിൻബലവുമുണ്ട്. അവിടെ ശലോമോൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് രാജാവ് ദൈവത്തിനായി വാഗ്ദത്ത പേടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ശലോമോൻ രാജാവ് ദേവാലയം പണിത് പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ച പ്രാർത്ഥനയാണത്. ദൈവമായ കർത്താവേ, അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. കർത്താവെ, അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ. അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കുവാൻ ഇടയാക്കണമേ. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്നും മുഖം തിരിക്കരുതേ. അങ്ങയുടെ ദാസനായ ദാവീദിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ. പഴയ നിയമ പൗരോഹിത്യത്തിൽ, പ്രത്യേകിച്ച് അഹ്റോൻ്റെയും പുത്രന്മാരുടെയും പൗരോഹിത്യ ശുശ്രൂഷയിൽ അവർ അണിഞ്ഞിരുന്ന വിശുദ്ധ വസ്ത്രങ്ങളെ അത് നീതിനിഷ്ഠയോടാണ് പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നീതിയാകുന്ന വസ്ത്രം എന്നുള്ളൊരു പ്രയോഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ പൗരോഹിത്യ വസ്ത്രങ്ങൾ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വൈദികർ അണിയുന്ന വസ്ത്രങ്ങളാണ്. അത് കേവലം ഭൗതിക അലങ്കാരമല്ല, പിന്നെയോ അത് ക്രിസ്തുവിൻ്റെ നീതിയും പരിശുദ്ധിയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരാത്മീയ വിശുദ്ധിയിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത്. വിശുദ്ധ മദ്ബഹായെ ശുശ്രൂഷിച്ച ആചാര്യന്മാർ തങ്ങളുടെ ജീവിതകാലത്ത് ആത്മീയ വിശുദ്ധിയും ദൈവിക നീതിയും അണിഞ്ഞവരായിരുന്നുവെന്ന് സഭ ഇവിടെ ഓർക്കുകയാണ്. നിന്റെ ദാസനായ ദാവീദിനെ ഓർത്ത് നിന്റെ മുഖം തിരിച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വൈദികരുടെ ബലഹീനതകളിലേക്കല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലേക്കും അവിടുത്തെ പുണ്യത്തിലേക്കുമാണ് പിതാവായ ദൈവം നോക്കേണ്ടതെന്ന് സഭ പ്രത്യേകമായിട്ട് ഇവിടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഓർക്കുകയാണ്. ഇവിടെ ഒരു അവിഭാജ്യമായ അജപാലന ബന്ധം, അൺബ്രോക്കൺ പാസ്റ്ററൽ ബോണ്ട് നമുക്ക് കാണാൻ സാധിക്കും. വാങ്ങിപ്പോയ വൈദികർ മണ്ണിൽ നിന്ന് മറഞ്ഞെങ്കിലും അവരർപ്പിച്ച ബലികളും ധൂപവും സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ അവരെ വിശുദ്ധിയോടെ പ്രതിരോധിക്കുന്നു. ഭൂമിയിൽ അജപാലനം നടത്തിയവർ നിത്യതയിലും ദൈവത്തിൻ്റെ ആത്മാവിൽ വിശ്രമവും പുണ്യനിവൃത്തിയും പ്രാപിക്കുന്നു എന്ന പ്രത്യാശ സഭ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കാളികളായ വിശുദ്ധ മദ്ബഹായെ ശുശ്രൂഷിച്ച് വാങ്ങിപ്പോയ ദൈവദാസരായ ആചാര്യന്മാർക്ക് ക്രിസ്തുവിൻ്റെ പുണ്യത്താൽ സ്വർഗീയ മദ്ബഹായിൽ അന്തിമ ആശ്വാസവും നീതിയുടെ കിരീടവും ലഭിക്കുവാനുള്ള സഭയുടെ ഹൃദയംഗമായ പ്രാർത്ഥനയാണ്. ഇനിയും നാം കാണുന്നു, നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ എൻ നിയമത്തെയും ഞാൻ ഉപദേശിക്കും സാക്ഷ്യമിതും. എന്താണ് ഈ പ്രാർത്ഥനയുടെ ബൈബിൾ പശ്ചാത്തലം? സങ്കീർത്തനം 132:12 വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിൻ്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിൻ്റെ സിംഹാസനത്തിൽ വാഴും. എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള അർത്ഥം?
ദാവീദുമായിട്ട് ദൈവം നടത്തിയ ഒരു ഉടമ്പടി വാഗ്ദാനം നമുക്കിവിടെ കാണാൻ സാധിക്കും. 2 സാമുവേൽ 7-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിൻ്റെ സന്തതി പരമ്പരകൾ ദൈവത്തിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ അവിടുത്തെ സിംഹാസനവും രാജ്യത്വവും തലമുറകളോളം ശാശ്വതമായി നിലനിൽക്കും എന്ന ദൈവിക ഉടമ്പടിയാണ് ഈ വചനം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നിബന്ധനയോടുകൂടിയ വാഗ്ദാനമാണിത്. ഈ വാഗ്ദാനത്തിന് ഒരു നിബന്ധതയുണ്ട്. സന്തതികൾ ദൈവത്തിൻ്റെ നിയമവും അവൻ പഠിപ്പിക്കുന്ന സാക്ഷ്യവും പാലിച്ച് ജീവിക്കണം. എന്താണ് നിയമവും സാക്ഷ്യവും? നിയമം എന്നാൽ ദൈവവും അവിടുത്തെ ജനവും തമ്മിലുള്ള വിശുദ്ധ ഉടമ്പടിയും, സാക്ഷ്യം എന്നാൽ ജനത്തെ വഴി നടത്താൻ അവിടുന്ന് നൽകിയ പ്രമാണങ്ങളുമാണ്. ആരാധനാക്രമത്തിൽ പ്രത്യേകിച്ച് പൗരോഹിത്യത്തിൻ്റെ കൈവെപ്പും പരമ്പരയും അപ്പോസ്തോലിക് സക്സഷനിലേക്കും ഈ പ്രാർത്ഥന നമ്മെ നയിക്കുകയാണ്. അപ്പോൾ തലമുറകളുടെ ഒരു ഉടമ്പടി ബന്ധം ഇവിടെ കാണാൻ സാധിക്കും. പൗരോഹിത്യം എന്നത് ഒരു വ്യക്തിയിൽ അവസാനിക്കുന്നതല്ലെന്നും മറിച്ച് സ്ലീഹന്മാരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്നതുമായ ഒന്നാണെന്നും സഭ പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കുന്നു. ഈ പാരമ്പര്യത്തിൻ്റെ സംരക്ഷണം സഭ ഏറ്റെടുക്കുകയാണ്. വാങ്ങിപ്പോയ വൈദികർ തങ്ങൾക്ക് ലഭിച്ച സത്യവിശ്വാസവും ആരാധനാ പാരമ്പര്യവും വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുകയും അവിടുത്തെ തലമുറയെ പഠിപ്പിക്കുകയും ചെയ്ത ദൈവദാസന്മാരാണ് വാങ്ങിപ്പോയ ആചാര്യന്മാർ. അവരുടെ ഒരു വലിയ വിശ്വസ്തതയെ ഇവിടെ സഭ പ്രകീർത്തിക്കുകയാണ്. മണ്ണിൽ ശുശ്രൂഷ ചെയ്ത വൈദികർ ദൈവത്തിൻ്റെ ഉടമ്പടിയും സാക്ഷ്യവും വിശ്വസ്തയോടെ പ്രമാണിച്ചവരായിരുന്നുവെന്ന് സഭ സാക്ഷ്യപ്പെടുത്തുന്നു. അവർ ദൈവിക പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചതിനാൽ സ്വർഗീയ സിംഹാസനത്തിൽ നിത്യമായ അവകാശം പ്രാപിക്കുമെന്ന് സഭ പ്രത്യാശിക്കുന്നു. ചുരുക്കത്തിൽ ദൈവിക പ്രമാണങ്ങളും തിരുസഭാ വിശ്വാസവും വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുന്നവർക്കും അത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വാങ്ങിപ്പോയ ആചാര്യന്മാർക്കും ദൈവിക സിംഹാസനത്തിൽ ലഭിക്കുന്ന നിത്യമായ അവകാശത്തെയും ആത്മീയ പാരമ്പര്യത്തിൻ്റെ പിൻബലത്തെയുമാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ശുചിയോടും വിശുദ്ധിയോടും വിശുദ്ധ സ്ഥലം സ്പർശിച്ചിട്ടുള്ള ആ കാലുകൾ സ്വർഗീയ പറുദീസായിൽ പ്രവേശിച്ച് സ്വർഗീയരുടെ കൂടെ ചേർന്ന് വസിക്കുന്നതിന് ഇടയാക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ബൈബിൾ പശ്ചാത്തലം? ബെസ്കുദിശ എന്നുള്ള പ്രയോഗം നാം ഇവിടെ കാണുന്നുണ്ട്. ബെസ്കുദിശ എന്നാൽ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നാണ് അർത്ഥം. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ വിശുദ്ധിയോട് മാത്രം പ്രവേശിച്ചിരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണിത്. ലേവായ പുസ്തകം 16-ാം അധ്യായവും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പാദങ്ങൾ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നടന്നു കയറിയ കാലുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏശയ്യ 52:7 നാം ഇപ്രകാരം വായിക്കുന്നു: സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നവനെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. പൗലോസ് അപ്പോസ്തലനും ഈ വിശുദ്ധ പാദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, സുവിശേഷം പ്രസംഗിക്കുന്ന പാദങ്ങൾ എത്ര സുന്ദരമെന്ന്. പിന്നീട് പറുദീസായെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചുമുള്ള ചില കാഴ്ചപ്പാടുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു കുരിശിൽ വെച്ച് നല്ല കള്ളന് വാഗ്ദാനം ചെയ്ത ആത്മീയ പറുദീസ, യെശയ്യാ പ്രവാചകന്റെ ദർശനത്തിൽ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും ദൈവത്തെ സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്നുള്ള നിത്യവാസവുമാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറുദീസായുടെ വാതിലുകൾ, എന്താണ് അതിൻ്റെ അർത്ഥം? മരണമെന്നത് ഒരടഞ്ഞ വാതിലല്ല, മറിച്ച് പറുദീസായുടെ നിത്യമായ വാതിലുകളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് ആ വാതിലുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ മദ്ബഹായും അതിൻ്റെ വിശുദ്ധിയും പൗരോഹിത്യവും ഒക്കെ തമ്മിലുള്ള വലിയ ഒരു പാരസ്പര്യത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് വിശുദ്ധ മദ്ബഹായിൽ അതീവ ശ്രദ്ധയോടെയും വെടിപ്പോടെയും ശുശ്രൂഷ ചെയ്ത വൈദികൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പാദങ്ങളെ ഇവിടെ പ്രത്യേകമായിട്ട് പ്രകീർത്തിക്കുന്നു. അതോടൊപ്പം ഭൂമിയിലെ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചും ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗീയ സ്ഥലമായ പറുദീസായിലേക്ക് ഉള്ള പ്രവേശന കവാടം പുരോഹിതൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്.
മാലാഖമാരോടൊത്തുള്ള നിത്യവാസത്തിനും പുരോഹിതൻ അർഹനാവുകയാണ്. ചുരുക്കത്തിൽ വിശുദ്ധിയോടെ മദ്ബഹായെ സമീപിക്കുകയും വിശ്വസ്തയോടെ ശുശ്രൂഷ പൂർത്തിയാക്കുകയും ചെയ്ത ദൈവദാസരായ വൈദികർക്ക് സ്വർഗീയ പറുദീസായിൽ മാലാഖമാരോടൊപ്പം നിത്യവിശ്രാന്തിയും സന്തോഷവും ലഭിക്കണം എന്ന സഭയുടെ ആഴമേറിയ പ്രത്യാശയാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്നു വരുന്ന ഭാഗത്ത് നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവം ആദാമിനെ തന്നോട് തുല്യനായി സൃഷ്ടിച്ചു. ആ മനുഷ്യൻ തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ വരുന്നതും അവിടെ നിന്ന് പോകുന്നതും കാണുവാനുള്ള സന്തോഷം കൊണ്ട് ദൈവം അവനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മാലാഖമാർ മണ്ണിൻ്റെ ഉയർച്ചയിൽ ആശ്ചര്യപ്പെടുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചും അവൻ്റെ പൂർവ്വ മഹിമയെക്കുറിച്ചുമുള്ള ക്രൈസ്തവ ദൈവശാസ്ത്രമാണ് ഇതിൻ്റെ കാതൽ. ഉൽപ്പത്തി പുസ്തകമാണ് ഇതിൻ്റെ വേദ പശ്ചാത്തലം. ദൈവസാദൃശ്യത്തിലുള്ള ഒരു സൃഷ്ടി കർമ്മത്തിലേക്ക് ഈ ഭാഗം നമ്മെ നയിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച ആദത്തെ സൃഷ്ടാവിനോട് തുല്യം സൃഷ്ടിയായി എന്നത് മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതിനെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഭരണം, സ്വാതന്ത്ര്യം, സർഗാത്മകത എന്നിവയുടെ നിഴലായിട്ടാണ് ആദത്തെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചത്. മൺമയൻ ഉദ്യാനത്തിൽ എന്ന പ്രയോഗത്തിലൂടെ മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥയെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിക്കുകയും ജീവശ്വാസം ഊതുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നു. ഏദൻ തോട്ടത്തിലെ ദൈവികമായ സാന്നിധ്യം ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തരുനിരയിൽ പോയി വന്നിടും എന്നുള്ള ഭാഗം അത്തരമൊരു ചിന്തയാണ് നമുക്ക് നൽകുന്നത്. ദൈവം തോട്ടത്തിൽ സായാഹ്ന സമയത്ത് ഉലാത്തുന്നതും മനുഷ്യനുമായി അടുത്ത കൂട്ടായ്മ പുലർത്തുന്നതുമായ അനുഭവത്തെ ഇത് സൂചിപ്പിക്കുന്നു. മാലാഖമാരുടെ ആശ്ചര്യം. ആത്മീയ ജീവികളായ മാലാഖമാർ കേവലം മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ട മനുഷ്യന് ദൈവം നൽകിയ ഉന്നത സ്ഥാനവും മഹത്വവും കണ്ട് ആശ്ചര്യപ്പെടുന്നു. ദൈവത്തോട് നേരിട്ട് സംവാദിക്കാനുള്ള ആദത്തിൻ്റെ സ്വാതന്ത്ര്യം മാലാഖമാരിൽ വലിയ കൗതുകവും ആനന്ദവും ഉളവാക്കി. അപ്പോൾ സൃഷ്ടിയുടെ മഹിമയും ഒരു ദൈവ കൂട്ടായ്മയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പാപത്തിന് മുമ്പുള്ള ആദം ദൈവത്തോടൊപ്പമുള്ള സമ്പൂർണമായ ദിവ്യപ്രകാശത്തിലും ആനന്ദത്തിലുമാണ് ജീവിച്ചിരുന്നത്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു ബന്ധം അത് ഭയത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല, മറിച്ച് സൗഹൃദത്തിലും അനുഗ്രഹത്തിലുമായിരുന്നു. ഇവിടെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. മനുഷ്യൻ പാപം മൂലം നഷ്ടപ്പെടുത്തിയ പഴയ ഏദനിലെ മഹിമയെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാം ആദം നഷ്ടപ്പെടുത്തിയ ഈ ഉയർച്ച രണ്ടാം ആദമായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും മനുഷ്യവർഗത്തിന് ലഭിച്ചു എന്ന പ്രത്യാശ ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്നു വരുന്ന വരികളിൽ നാം ഇപ്രകാരം ആലപിക്കുന്നു: ആദ്യാചാര്യത്വം ആദിയിൽ അഹ്റോൻ മോശയോട് ഒന്നിച്ച് കൈക്കൊണ്ട് മോശയത് സക്രിയായ്ക്ക് നൽകി. നിത്യാചാര്യനായ യേശു ശിഷ്യന്മാർക്കും ശിഷ്യന്മാർ എല്ലാ ജാതികൾക്കും നൽകി. പൗരോഹിത്യത്തിൻ്റെ ദൈവികമായ തുടർച്ചയും അപ്പസ്തോലിക പരമ്പരാഗത കൈവപ്പിനെയും കുറിച്ചാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കുറിച്ച് ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അഹ്റോനും മോശയും എന്നുള്ള പ്രയോഗത്തിലൂടെ ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മൂശയോട് ഒന്നിച്ച് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവം പഴയ നിയമത്തിൽ അഹ്റോനെയും മോശയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. പുറപ്പാട് 28, സംഖ്യാപുസ്തകം 18. അത് സ്കറിയ വരെ നൽകി. മോശയിലൂടെ തുടങ്ങിയ ആ പഴയ നിയമ പൗരോഹിത്യ നിര പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും അതിർത്തിയിലെ പുരോഹിതനായ സക്കറിയ, അതായത് സ്നാപയോഹന്നാൻ്റെ പിതാവ് വരെ തുടർന്നു. പിന്നീട് ക്രിസ്തുവെന്ന നിത്യ പുരോഹിതൻ നിത്യാചാര്യനാം ഈശോ എന്ന പ്രയോഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യേശുക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം യുഗായുഗങ്ങളിലേക്ക് നിത്യ പുരോഹിതനാണ്. ഹെബ്രായ ലേഖനം 5:6 7 അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്കുകളും നാം ഇത് കാണുന്നു. പഴയ നിയമ ബലികൾക്ക് പകരം ക്രിസ്തു തന്നെ ബലിയായി സമർപ്പിച്ചു. ഇവിടെ അപ്പസ്തോലികമായ ദൗത്യവും കൈവപ്പും പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. സർവ ലോകോദ്ധാരണാർത്ഥം നൽകി തൻ ശ്ലീഹന്മാർക്കും എന്ന് പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു
തനിക്കുള്ള അധികാരം തൻ്റെ ശ്ലീഹന്മാർക്ക് കൈമാറി എന്ന് പ്രത്യേകമായൊരു സഭ ഓർക്കുകയാണ്. പിന്നീട് നാനാഭൂമി വിഭാഗങ്ങൾക്ക് ശ്ലീഹന്മാർ നൽകിയതായും ഈ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷമായി പോവുകയും അവിടെ സഭകൾ സ്ഥാപിച്ച് പുതിയ മേൽപ്പെട്ടക്കാരെയും വൈദികരെയും കൈവെപ്പ് വഴി നിയമിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 23 നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 1-ാം അധ്യായം 6-ലും ഇത് നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു അപ്പോസ്തോലികമായ പാരമ്പര്യം ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു അപ്പോസ്തോലികമായ പാരമ്പര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പൗരോഹിത്യം എന്നത് മനുഷ്യനുണ്ടാക്കിയ സ്ഥാപനമല്ല, മറിച്ച് അത് ദൈവത്തിൽ നിന്ന് കടന്നു വന്നതാണ്. ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാരിലേക്കും പിന്നീട് അവരുടെ പിന്തുടർച്ചയായി മേൽപ്പെട്ടക്കാരിലേക്കും വൈദികരിലേക്കും വിച്ഛേദിക്കപ്പെടാതെ ഈ കൈമാറ്റം സഭ നടത്തുന്നു. ഇത് ദൈവിക ദാനമാണെന്നും സഭ ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിലൂടെ ഒരു സാർവത്രികമായ വീണ്ടെടുപ്പ്, സർവ്വലോകോദ്ധാരണാർത്ഥം എന്ന ഒരു പ്രയോഗം സൂചിപ്പിക്കുന്നുണ്ട്. പൗരോഹിത്യം വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾക്കായുള്ളതല്ല, മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയുള്ള ശുശ്രൂഷയാണെന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിലെ നിഴലുകളായ ബലികളും പൗരോഹിത്യവും ക്രിസ്തുവിലും അപ്പോസ്തോലിക സഭയിലും പൂർത്തീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ ആരാധനയിലൂടെ ഈ പൗരോഹിത്യ ശുശ്രൂഷ ഇന്നും സഭയിൽ സജീവമായി തുടരുകയാണ്. പിന്നീട് നാം കാണുന്നുണ്ട്, നിൻ ഗാത്രം കൈക്കൊണ്ടും നിൻ രക്തത്താൽ പുണ്യപ്പെട്ടും നിദ്രാപ്രാപ്തന്മാർ ഓർക്കപ്പെടണം സ്വർഗീയ യെരൂശലേമിൽ. നീ സിംഹാസനമിതേറിയ ദുഷ്ടരെ വേറാക്കും നേരം സന്തുഷ്ടന്മാരായവർ നിൻ ബലമായി നിൽക്കണം. വിശുദ്ധ കുർബാനയും നിത്യജീവനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിൻ ഗാത്രം കൈക്കൊണ്ടും നിൻ രക്തത്താൽ പുണ്യപ്പെട്ടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവസാന നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വിശുദ്ധ കുർബാന അനുഭവിച്ച് ശരീരരക്തങ്ങൾ സ്വീകരിച്ച് വാങ്ങിപ്പോയവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന സത്യത്തെ ഈ പ്രാർത്ഥന പ്രത്യേകമായി ഊന്നി പറയുന്നു. അതുപോലെ തന്നെ നിദ്രാപ്രാപ്തന്മാർ ഓർക്കപ്പെടണം. മരണം ഒരു ഉറക്കമാണെന്ന് ഒരിക്കൽ കൂടി സഭ ഇവിടെ ഏറ്റുപറയുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരെ ഉറങ്ങുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് നാം നേരത്തെ കണ്ടു. ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അവർ ഉണർത്തപ്പെടും എന്ന പ്രത്യാശയും ഇതിലുണ്ട്. സ്വർഗീയ യെരൂശലേം എന്നുള്ള പ്രയോഗം നാം കാണുമ്പോൾ ദൈവത്തിൻ്റെ നിത്യവസതിയും വിശ്വസ്തരുടെ സങ്കേതവുമായ സ്വർഗീയ യെരൂശലേമിലേക്ക് നമ്മെ ഈ ഭാഗം നയിക്കുകയാണ്. അതുപോലെ തന്നെ അന്ത്യവിധിയെക്കുറിച്ചും വലതുഭാഗത്തെ സ്ഥാനത്തെക്കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ തൻ്റെ സാന്നിധ്യത്തിലും തേജസ്സിലും വന്ന് തൻ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഇടയൻ ആടുകളെയും കോലാടുകളെയും വേർതിരിക്കും പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ആടുകളെ വലത്തോട്ടും കോലാടുകളെ ഇടത്തോട്ടും നിർത്തും. അപ്പോൾ തമ്പുരാൻ അന്ത്യവിധിക്കായി വരുമ്പോൾ അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട ദൈവമക്കൾ അവിടുത്തെ വലതുഭാഗത്ത് സന്തോഷത്തോട് നിൽക്കണം എന്നുള്ള പ്രാർത്ഥനയാണിത്. ഇവിടെ മരിച്ചവർക്കായിട്ടുള്ള ഒരു മധ്യസ്ഥത നമുക്ക് കാണാൻ സാധിക്കും. കൂദാശകളുടെ ഒരു സാഫല്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിൽ വെച്ച് ഒരു വിശ്വാസി സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന കേവലം ഒരു ചടങ്ങല്ല, അത് നിത്യതയിലേക്കുള്ള മുദ്രയാണെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച വ്യക്തി അന്ത്യവിധിയുടെ നാളിൽ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് വലതുഭാഗത്ത് നിൽക്കാൻ യോഗ്യത നേടുന്നു. അപ്പോൾ ഒരു ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ കുക്കുലോൻ്റെ തന്നെ 2-ാമത്തെ കോലം അവിടെ നാം ഇപ്രകാരം പാടുന്നു: പരിശുദ്ധ മദ്ബഹായിൽ ദൈവസ്നേഹത്താൽ ശുശ്രൂഷിച്ച വൈദികരെ സ്വീകരിച്ച് ഈറയന്മാരായ മാലാഖമാർ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമാറാകട്ടെ. പൗരോഹിത്യ ശുശ്രൂഷയുടെ വിശുദ്ധിയെക്കുറിച്ചും ഭൂമിയിലെ വൈദികർ നിർവഹിക്കുന്ന ശുശ്രൂഷയിൽ മാലാഖമാർ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുമുള്ള ആഴമേറിയ ദൈവശാസ്ത്രമാണ്
ഈ പ്രാർത്ഥനയുടെ കാതൽ. നിർമ്മല മദ്ബഹായിൽ എന്നുള്ളൊരു പ്രയോഗം നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 29:37 മലാഖിയുടെ പുസ്തകം 1:11 ഈ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കപ്പെടണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പൗരോഹിത്യമാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്തൃസ്നേഹത്താൽ ശുശ്രൂഷിച്ച വൈദികരെ എന്ന പ്രയോഗത്തിലൂടെ അത് സൂചിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് കൽപ്പിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ അടിസ്ഥാനം ക്രിസ്തുവിനോടുള്ള, അവിടുത്തെ ജനത്തോടുള്ള സ്നേഹമാണെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഭൂമിയിലെയും സ്വർഗത്തിലെയും ശുശ്രൂഷയുടെ ഒരു ഐക്യം പിൻചൊല്ലും വന്നീറയന്മാർ ദേവാഗാരെ എന്നുള്ള പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 6 1 മുതൽ 3 വരെയുള്ള വാക്കുകളിലും വെളിപാട് പുസ്തകം 8 3-4 വാക്യങ്ങളിലും ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ മാലാഖമാർ നിരന്തരമായി സ്തുതി അർപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലെ ദേവാലയത്തിൽ, അതാണ് ദേവാകാരത്തിൽ, വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്വർഗീയ ഗണങ്ങളായ മാലാഖമാർ അവിടെ ഇറങ്ങി ആ ശുശ്രൂഷയിൽ പങ്കുചേരുകയും അവരെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മദ്ബഹായുടെ വിശുദ്ധിയെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മദ്ബഹ എന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിൻ്റെ പ്രതിരൂപമാണ്. അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് ഭയത്തോടും വിറയലോടും കൂടി ആയിരിക്കണം. കാരണം ദൈവത്തിൻ്റെ അദൃശ്യ മാലാഖമാർ ആ വിശുദ്ധ സ്ഥലത്ത് കാവൽക്കാരായി നിൽക്കുന്നുണ്ട്. ഇവിടെ വൈദികൻ്റെ ഒരു ഇടനില ശുശ്രൂഷയും മരണാനന്തര മഹിമയും പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഭൂമിയിൽ ദൈവജനത്തിനു വേണ്ടി മദ്ബഹായിൽ സ്നേഹത്തോടെ മാധ്യസ്ഥം വഹിച്ച വൈദികരെ അവരുടെ നിത്യതയിലെ വിശ്രമത്തിലും മാലാഖമാർ ബഹുമാനത്തോടെയും ആനന്ദത്തോടെയും സ്വീകരിക്കുമെന്ന് ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് വരുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: ദൈവപുത്ര, നിന്നെ ഭംഗിയായി ശുശ്രൂഷിച്ച വൈദികരെ നിന്റെ വരവിൻ്റെ വലിയ ദിവസത്തിൽ ഓർക്കുകയും അവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. ജീവിതകാലം അത്രയും ദൈവത്തെയും സഭയെയും വിശ്വസ്തയോടെ ശുശ്രൂഷിച്ച വൈദികർക്ക് അന്ത്യനാളിൽ ക്രിസ്തു നൽകുന്ന നിത്യമഹിമയെക്കുറിച്ചാണ് ഈ വരികൾ പ്രതിപാദിക്കുന്നത്. ദൈവത്തിൻ്റെ ഭവന വിചാരകന്മാരിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വസ്തതയാണെന്നും ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതീവ അർപ്പണബോധത്തോടെയും വിശുദ്ധിയോടെ കൂടെ വേണം ഇവിടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈ വാക്കുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിനെക്കുറിച്ചും ഇവിടെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് മുഖപ്രഭയും അക്ഷയവുമായ കിരീടവും. എന്താണ് ഈ മുഖപ്രഭ? വിശുദ്ധ പത്രോസിൻ്റെ 1 ലേഖനം 5 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സഭയാകുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് പ്രധാന ഇടയനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ വാടിപ്പോകാത്ത തേജസ്സിൻ്റെ കിരീടവും ദൈവിക പ്രകാശവും ലഭിക്കുമെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളിൽ പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വവും അതിന് ലഭിക്കുന്ന പ്രതിഫലവും പ്രത്യേകമായിട്ട് സഭ ഈ കുക്കിലിയോനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭാഗത്ത് തന്നെ ക്രിസ്തുവിലുള്ള ഒരു ഓർമ്മ, അത് വളരെ പ്രസക്തമായ ഒരു പ്രയോഗമാണ്. ദൈവം ഒരു വ്യക്തിയെ അന്ത്യനാളിൽ ഓർക്കുക എന്നാൽ അവന് നിത്യജീവനും വീണ്ടെടുപ്പും നൽകുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ഓർക്കണമേ എന്നാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പുനരുദ്ധാനം ലഭിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് സഭ ഈ പ്രാർത്ഥനയിലൂടെ മധ്യസ്ഥത നടത്തുകയാണ്. ഈ കുക്കുലിയോൻ്റെ 3-ാം കോലോയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ആചാര്യന്മാർക്ക് മോചനം നൽകണമേ. വിശുദ്ധ ശരീരവും രക്തവും മോചനം കൊടുക്കുന്നതിന് പരിശുദ്ധമായ ബലിപീഠത്തിൽ കൈകളിൽ ആഘോഷിച്ചവരും ദേറാകളിലും ദൈവാലയങ്ങളിലും ശുശ്രൂഷിച്ചവരുമായ ആചാര്യന്മാർ, ഷമ്മാശന്മാർ എന്നിവരുടെ പാപങ്ങളെ തിരുശരീര രക്തത്താൽ നീക്കി രക്ഷിക്കണമേ. നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് അവർ നാഥ നിനക്ക് സ്തുതി പാടുമാറാകട്ടെ.
മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്തവർക്ക് പാപമോചനവും നിത്യജീവനും നൽകണമേ എന്ന് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗത്ത് ശമാശന്മാരുടെ ഒരു നിയോഗവും ശുശ്രൂഷയും കൂടി സഭ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വലതുഭാഗത്തെ സ്ഥാനത്തെക്കുറിച്ചും അവിടെ സംഭവിക്കുന്ന സ്തുതിപ്പിനെക്കുറിച്ചും സഭ പ്രത്യേകമായിട്ട് ഉദ്ഘോഷിക്കുന്നുണ്ട്. നിൻ വലഭാഗെ പാടുമവർ നാഥ ദേ സ്തോത്രം. അന്ത്യവിധിയുടെ നാളിൽ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുവാനും ദൈവരാജ്യത്തിൻ്റെ നിത്യ ആനന്ദത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ സ്തുതിക്കുവാനും പുരോഹിതന്മാർക്ക് കഴിയുന്നു എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ സഭയുടെ മാതൃസഹജമായൊരു മധ്യസ്ഥത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മദ്ബഹായിൽ രാപകൽ ധൂപവും ദീപവും അണയാതെ സൂക്ഷിച്ച് പരികർമ്മം ചെയ്ത ശമ്മാശന്മാർ, വൈദികർ ഈ ലോകത്തു നിന്നും എടുക്കപ്പെടുമ്പോൾ സഭ അവർക്കായി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അവരുടെ ശുശ്രൂഷയിലെ പോരായ്മകളും പിഴവുകളും ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ക്ഷമിക്കപ്പെടണമെന്ന് സഭ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ പിന്നീട് നിത്യമായ ആരാധനയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പിന്നീട് കടന്നു വരുന്ന വാക്കുകൾ ഇപ്രകാരമാണ്. ആചാര്യത്വത്തെപ്പറ്റി ശ്ലീഹന്മാരിൽ മുമ്പനായ പത്രോസിനോട് നാഥൻ പറഞ്ഞ വാക്കുകൾ എത്ര പ്രിയമുള്ളതാണ്. നിന്നെ വീടിൻ്റെ നായകനാക്കിയിരിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലും ബന്ധിക്കുവാനും തുറക്കുവാനുമുള്ള താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ കെട്ടിയാൽ ഞാനും കെട്ടും, നീ മോചിച്ചാൽ ഞാനും മോചിക്കും. പാപികൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചാൽ അത് കേൾക്കപ്പെടും. ക്രിസ്തു പത്രോസ് ലീഹായ്ക്ക് നൽകിയ അപ്പസ്തോലിക അധികാരത്തെയും പാപമോചനത്തിനുള്ള താക്കോൽ സ്ഥാനത്തെയും കുറിച്ചാണ് ഈ വരികൾ പ്രതിപാദിക്കുന്നത്. പത്രോസ് ലീഹായെ അപ്പസ്തോലിക ഗണത്തിൻ്റെ വക്താവായും തലവനുമായിട്ടാണ് സുവിശേഷങ്ങളിൽ ചിത്രീകരിക്കുന്നത്. ക്രിസ്തു സഹോദരന്മാരെ ഉറപ്പിക്കാനുള്ള ദൗത്യം വിശുദ്ധ പത്രോസിനെ ഏൽപ്പിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ എന്നതിലൂടെ ആ അപ്പസ്തോലിക അധികാരത്തെയാണ് വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ ഞാൻ നിനക്ക് തരും എന്ന് യേശുതമ്പുരാൻ പത്രോസിനോട് അരുളി ചെയ്യുകയാണ്. ഇവിടെ യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദാവീദിൻ്റെ ഗൃഹവിചാരകൻ്റെ താക്കോൽ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. അപ്പോൾ ഈ ഒരു പഴയ നിയമ പശ്ചാത്തലം കൂടി ഈ വേദഭാഗത്തിന് ഉണ്ട്. ബന്ധിക്കുവാനും അഴിക്കുവാനുമുള്ള അധികാരം, അത് ഭൂമിയിൽ അഴിക്കുന്നതും ബന്ധിക്കുന്നതുമായ ആത്മീയ സഭാപരമായ അധികാരം ക്രിസ്തു പത്രോസിനും തുടർന്ന് അപ്പോസ്തലന്മാർക്കും നൽകി എന്ന് പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നു. ഇത് പ്രധാനമായും പാപമോചനത്തിനുള്ള കൂദാശപരമായ അധികാരത്തെ കാണിക്കുകയാണ്. ഇവിടെയും അപ്പോസ്തോലികമായ അധികാരവും അതിൻ്റെ സഭാശാസ്ത്രവും വ്യക്തമായിട്ട് സഭ അവതരിപ്പിക്കുകയാണ്. പത്രോസ് ലീഹ അപ്പോസ്തോലിക പദവിയുടെയും പൗരോഹിത്യത്തിൻ്റെയും പ്രതീകമാണ്. സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ പാറമേലാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ദൗത്യം പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥന കേൾക്കപ്പെടും എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് നാം ഓർക്കുകയാണ്. ഇവിടെയും പൗരോഹിത്യത്തിൻ്റെ ദൈവികമായ ഒരു ഉറവിടം നമുക്ക് കാണാൻ സാധിക്കും. പൗരോഹിത്യം എന്നത് മനുഷ്യനുണ്ടാക്കിയ അധികാര ഘടനയല്ല, മറിച്ച് ക്രിസ്തു തന്നെ കഹനൂസ പൗരോഹിത്യം തൻ്റെ ശ്ലീഹന്മാർക്ക് നൽകിയതാണ്. പിന്നീട് നാം കാണുന്നു, കിരീടമുണ്ടാക്കി ബലിപീഠത്തിൽ വെച്ചിട്ടുണ്ട്. നിർമ്മലരായി പരികർമ്മം അനുഷ്ഠിച്ച ആചാര്യന്മാരെ അത് അണിയിക്കും. വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്ത ആചാര്യന്മാർക്ക് ലഭിക്കുന്നത് ഈ വലിയ കിരീടമാണ്. നീതിയുടെ കിരീടത്തെക്കുറിച്ചാണ് ഈ വരികൾ സംസാരിക്കുന്നത്. വാടാത്ത നീതിയുടെ കിരീടം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-8 വാക്യത്തിൽ വിശ്വാസം കാത്തുസൂക്ഷിച്ചതിനും നല്ല ഓട്ടം തികച്ചതിനും ലഭിക്കുന്ന നീതിയുടെ കിരീടത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1 പത്രോസ് 5:4 ഈ തേജസ്സിൻ്റെ കിരീടത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തിയാക്കുന്ന ദൈവദാസന്മാർക്ക് ലഭിക്കുന്ന നിത്യ കിരീടമാണ് ഇത് സൂചിപ്പിക്കുന്നത്.
ഇത് ബലിപീഠത്തിലാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ ജീവൻ്റെ കിരീടം. ഇത് ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. വിശുദ്ധിയോടുകൂടി പരികർമ്മം ചെയ്ത ആചാര്യന്മാർക്ക് ഈ കിരീടം ലഭിക്കുന്നുവെന്ന് സഭ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഭൂമിയിലെ ആരാധനയും അതിൻ്റെ സ്വർഗീയമായ പൂർത്തീകരണവും നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിൽ കാണപ്പെടുന്ന ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ശുശ്രൂഷകൾ കാണപ്പെടാത്ത സ്വർഗീയ ബലിപീഠത്തിലെ നിത്യ കിരീടത്തിലേക്ക് വൈദികനെ നയിക്കുന്നു എന്ന മനോഹരമായ ഒരു വീണ്ടെടുപ്പ് പ്രത്യാശ ഈ വരികൾ പകർന്നു നൽകുന്നുണ്ട്. പിന്നീട് നാം കാണുന്നുണ്ട്, ആചാര്യന്മാരുടെ കേന്ദ്രമായ മിശിഹ കൂദാശകൾ അർപ്പിച്ച ആചാര്യന്മാർക്ക് പുണ്യം നൽകണമേ. ജീവിതകാലം അത്രയും ക്രിസ്തുവിൻ്റെ വിശുദ്ധ കൂദാശകൾ ജനങ്ങൾക്കായി പരികർമ്മം ചെയ്ത വൈദികർക്കായി പാപമോചനവും നിത്യവിശ്രമവും അപേക്ഷിച്ച് സഭ ക്രിസ്തുവിനോട് പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ ഇവിടെ യേശുതമ്പുരാനെ ആചാര്യന്മാരുടെ തലവനായ ഈശോ എന്നാണ് അവതരിപ്പിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ പ്രയോഗം കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം ക്രിസ്തു തന്നെയാണെന്നും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ കൂദാശാധിഷ്ഠിതമായ ഒരു പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചാണ് സഭ പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവജനത്തിന് സ്വർഗീയ കൃപയും ജീവനും പകർന്നു കൊടുത്ത കൈകളുടെ ഉടമകളായ വൈദികരെ അന്ത്യനാളിൽ അവിടുന്ന് തള്ളിക്കളയുകയില്ല എന്ന ഉറച്ച വിശ്വാസം സഭ ഇവിടെ പ്രകടിപ്പിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സഭ നന്ദി പറയുകയും ചെയ്യുന്നു. ഇനിയും പരേതരായിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും ധൂപപ്രാർത്ഥനയുടെ കൊക്കിലിയോനുണ്ട്. അതിൻ്റെയും ചില അർത്ഥതലങ്ങൾ കാണുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അപ്പൻ മക്കളിൽ കൃപ കാണിക്കുന്നത് പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മനുഷ്യരുടെ ആയുസ് പുല്ലിന് തുല്യമാണ്, വയലിലെ പൂച്ചെടി പോലെ അത് പൂക്കുന്നു. സങ്കീർത്തനം 103 13 മുതൽ 16 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഭാഗം. ദൈവത്തിൻ്റെ അപരിമേയമായ കാരുണ്യവും മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ വേദഭാഗത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹത്തെ, കാരുണ്യത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി ഇവിടെ അനുസ്മരിക്കുന്നു. പിതാവിന് മക്കളോടെന്ന പോലെ തന്നെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു വലിയ പൃഥുവാത്സല്യത്തിൻ്റെ നന്മയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ന്യായവിധി കർത്താവായ ദൈവത്തിനപ്പുറം സ്നേഹനിധിയായ പിതാവിനെ ഇവിടെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബലഹീനതയും നശ്വരതയും ഇവിടെ ഏറ്റുപറയുകയാണ്. മനുഷ്യൻ്റെ പരിമിതികളെ നന്നായി അറിയുന്ന ദൈവം അവനോട് വലിയ കാരുണ്യം കാണിക്കുന്നു എന്ന് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നു. ലൗകിക മേന്മകളുടെയും ശരീരത്തിൻ്റെയും അസ്ഥിരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനും ദൈവത്തിൻ്റെ നിത്യമായ കരുണയിൽ പ്രത്യാശ അർപ്പിക്കുവാനും ഈ ഭാഗം വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യാശയുടെ ഒരു ദൈവശാസ്ത്രം ഇത് അവതരിപ്പിക്കുന്നു. വിലാപത്തിനോ മരണത്തിനോ അവസാനിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ ജീവിതം. പുല്ലുപോലെ വാടിപ്പോകുന്ന ശാരീരിക ജീവിതത്തിനപ്പുറം ദൈവത്തിൻ്റെ ശാശ്വതമായ കൃപയിലൂടെ നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന വലിയ പ്രത്യാശ ഈ ആരാധനാ സമൂഹം ഇതിലൂടെ ഏറ്റുപറയുന്നു. പിന്നീട് നിന്റെ കൃപയിൽ ശരണപ്പെട്ട് മരിച്ച നിന്റെ ദാസന്മാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പറുദീസായിലേക്ക് പോകുവാൻ നിന്റെ ജീവൻ്റെ ശബ്ദം അവരെ ഉണർത്തണമേ എന്ന് നാം ആലപിക്കുന്നു. ഉദ്ധാന പ്രത്യാശയും ദൈവകൃപയിലുള്ള ആശ്രയവുമാണ് ഈ പ്രാർത്ഥനയുടെ കാതൽ. ശവക്കല്ലറുകളിലുള്ളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവൻ്റെ ഉദ്ധാനത്തിനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും കടന്നു വരും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വാക്കുകൾ നമുക്ക് നൽകുകയാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ദൈവപുത്രൻ്റെ ശബ്ദം മരിച്ചവർ കേൾക്കും എന്നുള്ള സത്യം ഇത് പ്രഘോഷിക്കുന്നു. അതുപോലെ തന്നെ പറുദീസായും ഉദ്ധാനവും ഇവിടെ വലിയ സന്ദേശമായിട്ട് കടന്നു വരികയാണ്. ദൈവകൃപയെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം നീതി കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ അളവറ്റ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടാണ്
വിശ്വാസികൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതെന്ന് സഭ പ്രത്യേകമായിട്ട് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ഇവിടെയും മരിച്ചവർക്കായിട്ടുള്ള മധ്യസ്ഥത സഭ നടത്തുന്നു. ഭൗതികമായി വേർപിരിഞ്ഞെങ്കിലും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള ആത്മബന്ധം സഭ നിലനിർത്തുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഖ്യാപനവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ശരീരം പാപത്തിൻ്റെ നിഴലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അതിനാൽ ആത്മാവിൻ്റെ മാത്രം രക്ഷയല്ല, മറിച്ച് അന്ത്യനാളിലെ സമാഗമത്തിൽ ശാരീരികമായ ഒരു ഉത്ഥാനവും പറുദീസായുടെ വീണ്ടെടുപ്പുമാണ് ലഭ്യമാകുന്നതെന്ന് ഈ ആരാധനാക്രമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്നുള്ള വരികൾ ഇപ്രകാരമാണ്: ജീവൻ നൽകുന്ന രാജാവ് സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് മരിച്ചവരായ എല്ലാവർക്കും ജീവൻ നൽകുന്നു. അവൻ കബറുകളുടെ ഉള്ളിൽ നിന്ന് ജീവൻ ധരിച്ച് എഴുന്നേറ്റിട്ട് ജീവൻ നൽകിയ നിന്നെ സ്തുതി ചെയ്യുന്നു. ഉദ്ധാനത്തിൻ്റെ അത്യന്തം മനോഹരമായ ക്രിസ്തുവിജ്ഞാനീയവും രക്ഷണീയ ശാസ്ത്രവും ഈ ഗീതത്തിൽ അടങ്ങിയിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് രഹസ്യത്തെക്കുറിച്ച് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിനെ ജീവിപ്പിക്കുന്ന ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നു. ജീവൻ നൽകുന്ന രാജാവായിട്ട് പ്രകീർത്തിക്കുന്നു. അന്ത്യനാളിൽ രാജാവായി മഹത്വത്തോടെ തിരിച്ചെത്തുന്ന ക്രിസ്തു മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച് സർവസൃഷ്ടിക്കും ജീവൻ നൽകുന്നു. ഖബറുകളിൽ നിന്നുള്ള എഴുന്നേൽപ്പ് എല്ലാവർക്കും ലഭിക്കുന്നു. മരണത്തിന്മേലുള്ള വിജയത്തെക്കുറിച്ചും ഇത് പ്രതിപാദിക്കുന്നുണ്ട്. മരണം ശാശ്വതമായ അവസ്ഥയല്ല, മറിച്ച് രാജാവായ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി അവസാനിക്കുന്ന ഒരു താത്കാലിക ഉറക്കം മാത്രമാണ്. മരണത്തെയും പാപത്തെയും തകർത്ത ജീവൻ്റെ ദാതാവാണ് യേശു ക്രിസ്തു എന്ന സത്യം ഈ ആരാധനാ സമൂഹം പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ജീവൻ വസ്ത്രമായി ധരിക്കുന്നു. ഖബറുകളുടെ ഉള്ളിൽ നിന്ന് ജീവൻ ധരിച്ച് എന്ന പ്രയോഗം സുറിയാനി ദൈവശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മാമോദീസായ ഒരു വിശ്വാസി ഏതു പ്രകാരം ക്രിസ്തുവിനെ ധരിക്കുന്നുവോ അതുപോലെ അന്ത്യനാളിൽ മരിച്ചവർ ഉദ്ധാനത്തിൻ്റെ മഹിമയും ജീവനും ഒരങ്കിയായി ധരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. അവർ എഴുന്നേൽക്കുന്നത് നിത്യമായ സ്തുതിപ്പിന് വേണ്ടിയാണ്. തങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവത്തിന് നന്ദിയും സ്തുതിയും അവർ അർപ്പിക്കുകയാണ്. പിന്നീട് നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ പാതാളത്തിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്നും അവൻ ജീവിപ്പാനായിട്ട് ഞാൻ മരിച്ചതെന്നരുളിയ കർത്താവിന് മഹത്വം. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്കാണ് ഇത് നമ്മെ നയിക്കുന്നത്. മരണത്തിന്മേലുള്ള വിജയവും നിത്യജീവൻ്റെ ഉറപ്പുമാണെന്ന് പ്രഖ്യാപിക്കുന്ന അത്യന്തം ഗൗരവമേറിയ ഒരു ധ്യാനഗീതമാണ് ഇത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസിക്ക് പാതാളവും മരണവും ഒരു അന്ത്യമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മരണ ഉദ്ധാനങ്ങളിലൂടെ ലഭിക്കുന്ന നിത്യജീവനാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അമർത്യതയുടെ ഔഷധമെന്നൊക്കെയുള്ള പിതാക്കന്മാരുടെ വലിയ പഠിപ്പിക്കലുകളൊക്കെ ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ്. പാതാളത്തിന്മേലുള്ള ഒരു വിജയം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു കബറടക്കപ്പെട്ടപ്പോൾ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ദൈവിക സാന്നിധ്യത്താലും തിരുശരീരത്തിൻ്റെ ശക്തിയാലും പാതാളത്തെ ശൂന്യമാക്കുകയും അവിടെ ബന്ധനത്തിലായിരുന്ന ആത്മാക്കൾക്ക് വിടുതൽ നൽകുകയും ചെയ്തു. അതിനാൽ ക്രിസ്തുവിൻ്റെ തിരുശരീരം ഉള്ളിൽ വഹിക്കുന്നവന് പാതാളത്തിൽ അധിവസിക്കേണ്ടി വരികയില്ല. ചുരുക്കത്തിൽ പരേതർക്കു വേണ്ടിയുള്ള ഈ ധൂവപ്രാർത്ഥനകളിൽ സഭയുടെ മരണത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഉള്ള വലിയ ദൈവശാസ്ത്ര സത്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ സഭ പ്രത്യേകമായിട്ട് ഉദ്ഘോഷിക്കുന്നത്. സഭ ഈ ആരാധനയിൽ ജീവിച്ചവരും ജീവിക്കുന്നവരും മരിച്ചവരും സമ്മേളിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മരണമെന്ന് പറയുന്നത് ഒരന്ത്യമല്ല, പിന്നെയോ അടുത്ത ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമെന്ന് ഈ ആരാധനാക്രമം വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. താങ്ക് യു.